നമസ്കാരം. ഇന്ത്യൻ ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ NCRB എന്ന് പറയും. രാജ്യത്തെ വർഗീയ സംഘർഷങ്ങളുടെ സംഘടനകളുടെ കണക്കുകളൊക്കെ സൂക്ഷിക്കാറുണ്ടോ? ഞാൻ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇന്ത്യയിൽ ആരാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ, ഭീകര പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്? മുസ്ലിങ്ങളാണോ അതോ മറ്റുള്ളവരാണോ? ഇവിടെ മുസ്ലിങ്ങളെ മുഴുവൻ ഭീകരവാദികളാക്കി ചിത്രീകരിച്ചുകൊണ്ട് ജീവിക്കാൻ സമ്മതിക്കാതെ ആണല്ലോ അവരെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാനസികമായും ശാരീരികമായും ഒക്കെ. ശാരീരിക പീഡനത്തിലേക്ക് എത്തിയിട്ടില്ല. എനിക്ക് ഉറപ്പുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു നിലയിലേക്ക് എത്തുമെന്ന്. അതിലേക്കുള്ള ഒരു പോക്കാണ് ഇപ്പൊ പോകുന്നത് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. രാഷ്ട്രീയമായിട്ട് കേവല രാഷ്ട്രീയത്തിന് വേണ്ടി ആണ് ഈ കളിക്കുന്നുണ്ടെങ്കിലും രാജ്യത്തെ വലിയൊരു ജനവിഭാഗം അവരുടെ മാനസിക വികലത അത് സ്ഥിരപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രാജ്യം അസ്ഥിരപ്പെട്ടു പോകും. അങ്ങനെ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ രാഷ്ട്രീയ മേലാളന്മാർ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ പ്രവൃത്തി അവിടേക്കാണ് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നതുകൂടി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഇത്തരത്തിലുള്ള വർഗീയ സംഘർഷങ്ങളെ കുറിച്ചൊക്കെ സ്വതന്ത്ര ഗവേഷകർ അതുപോലെ അന്താരാഷ്ട്ര പഠനങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട്. ഇനി നമുക്കത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടായെന്ന് മനസ്സിലാക്കാൻ നമുക്ക്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നടന്നിട്ടുള്ള ഭൂരിഭാഗം വർഗീയ കലാപങ്ങളിലും, ഉദാഹരണത്തിന് 1969 അഹമ്മദാബാദ് കലാപം, 1989 ഭഗത്പൂർ കലാപം, 1992 മുംബൈ കലാപം, 2002 ഗുജറാത്ത് കലാപം, ജീവനും സ്വത്തും അതുപോലെ എല്ലാം നഷ്ടപ്പെട്ടത് മുസ്ലിം ജനവിഭാഗങ്ങൾക്കാണ് എന്നാണ് ഔദ്യോഗിക അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ. ഏതൊക്കെ കമ്മീഷനാ? ഭാർഗവ കമ്മീഷൻ, അതുപോലെ ശ്രീകൃഷ്ണ കമ്മീഷൻ, നാനാവതി കമ്മീഷൻ, മേത്ത കമ്മീഷൻ മുതലായ അങ്ങനെയുള്ള എല്ലാ കമ്മീഷനുകളും അങ്ങനെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. സാമൂഹിക പഠനങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഭൂരിപക്ഷ സമുദായമാണ് ഇവിടുത്തെ ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. ഇത്തരം വലിയ കലാപങ്ങളിൽ ഇരയാക്കപ്പെടുന്നവർ വലിയൊരു ഭാഗം ന്യൂനപക്ഷത്തിലായിരിക്കും. അതിൽ ഏറ്റവും കൂടുതലുള്ളത് മുസ്ലിം വിഭാഗത്തിലുള്ളവരാണ്. കണക്കുകൾ അങ്ങനെയാണ് കാണിക്കുന്നത്. ഈ ആക്രമണങ്ങളുടെ സ്വഭാവം എന്നെടുത്ത് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ വർഗീയ അക്രമങ്ങളെ മൂന്നായിട്ടാണ് നമ്മൾ തിരിച്ച് പറയേണ്ടത്. ഒന്ന് വർഗീയ കലാപങ്ങൾ, കമ്മ്യൂണൽ റൈറ്റ്സ് എന്ന് പറയും. വലിയ ജനക്കൂട്ടങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരവസ്ഥ. വർഗീയ സംഘടനകൾ, വർഗീയ കലാപങ്ങൾ ചേരി തിരിഞ്ഞു നിന്നുകൊണ്ട് ഏറ്റുമുട്ടുന്ന ഒരു വല്ലാത്ത അവസ്ഥ. ഇത്തരം സാഹചര്യങ്ങളിൽ രണ്ട് ഭാഗത്തു നിന്നും ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഉണ്ടാവും. വലിയ പരാക്രമം, കൊലപാതകങ്ങളും ഉണ്ടാവും. മരണവും മറ്റു കാര്യങ്ങളും അതിന്റെ വലിപ്പ ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിലും രണ്ടു ഭാഗത്തും വലിയ നഷ്ടം ഉണ്ടാവും. രണ്ടുപേരും അക്രമകാരികളുമായിരിക്കും. ചരിത്രപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കലാപങ്ങളിൽ ഇരയാകുന്നവരിലും സാമ്പത്തികമായി തകരുന്നവരിലും വലിയ പങ്ക് മുസ്ലിം ന്യൂനപക്ഷങ്ങളാണ് എന്ന് കാണാൻ പറ്റും. ഇതിനു മുമ്പുള്ള ചരിത്രം മുഴുവനൊന്ന് പരിശോധിച്ച് നോക്കിയാൽ. ഇനി അടുത്തത് തീവ്രവാദ ഭീകരാക്രമണങ്ങൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീവ്രവാദ ഭീകരാക്രമണങ്ങളിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് പങ്കില്ല എന്നതാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ പേരിലാണ് വെച്ച് കെട്ടുന്നത്. പാക് ഭീകരവാദികൾ ഇന്ത്യയിൽ കുരുപ്പുണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇന്നും നില തുടങ്ങിയല്ല. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അന്ന് തുടങ്ങിയതാണ്. ഇന്ത്യയുടെ കൈവശം ഇരിക്കുന്ന ഇന്ത്യയുടെ കാശ്മീർ പ്രദേശം കൂടി അവർക്ക് വേണം. പാക് ഒക്കുപൈഡ് കാശ്മീർ വേറെ ഉണ്ട്. നമ്മുടെ ഭൂപടം, ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കുമ്പോൾ ആ കാശ്മീരിന്റെ ഭാഗത്ത് വളച്ചു വരയ്ക്കുമല്ലോ. ആ വളച്ചു വരയ്ക്കേ അതിന്റെ പകുതിയും ഇന്ത്യയിലല്ല, പാകിസ്ഥാനിലാണുള്ളത്. പാകിസ്ഥാൻ അവിടെ ഭരിക്കുന്നേ. അവിടെ ഉള്ളവരാണ് ഇന്ത്യയോട് ചേരണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അലമുറ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് പാകിസ്ഥാൻ വേണ്ട, പാകിസ്ഥാൻ ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് അവരെ ആവശ്യമില്ല, ഞങ്ങൾ ഇന്ത്യയോടൊപ്പം ചേരാണ് താല്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാക് ഒക്കുപൈഡ് കാശ്മീരിലെ ആൾക്കാർ, അതായത് ഇന്ത്യയുടെ ഭൂപടം വരയ്ക്കുന്നുണ്ടല്ലോ, ആ ഭൂപടത്തിനുള്ളിലുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പൊ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്, വലിയ പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ പ്രദേശം ഇന്ത്യയുടെ അതിർത്തി രേഖയ്ക്ക് അപ്പുറത്താണ്. ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള അതിർത്തി രേഖയ്ക്ക് അപ്പുറത്താണ്, ഭൂപടത്തിലില്ലെങ്കിൽ. മനസ്സിലാക്കണം. അപ്പോ അതിനപ്പുറത്ത് നിന്നുകൊണ്ട് അവിടുത്തെ മുസ്ലിം വിഭാഗം, അല്ലെങ്കിൽ അവിടെ മുസ്ലിം രാജ്യമാണല്ലോ, സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളായിരിക്കും, അവർ ഇന്ത്യയിൽ നടത്തുന്ന തീവ്രവാഴ്ചകൾ, അക്രമങ്ങൾ, ഒരു ഭീകരാക്രമണങ്ങൾ നമുക്ക് അങ്ങനെ വിളിക്കാം. ഒരുപാട് തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. അവരെ ഒരുപക്ഷെ സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിലുള്ള ആൾക്കാരും ഉണ്ടാകാം. ഈ അടുത്ത കാലത്ത് അത്തരത്തിൽ കുറെ പേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവരൊന്നും മുസ്ലിം നാമധാരികളായിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് മറുഭാഗത്തുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഇന്ത്യയിൽ ചാരന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു മുസ്ലിമിനെ എടുത്ത് ഒരു ചാരനാക്കാൻ മന്ദബുദ്ധികളൊന്നും ആയിരിക്കില്ല അവർ. കാര്യം മുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും സംശയത്തിന്റെ നിഴലിലാണ് ഇന്ത്യയിൽ എന്നതുകൊണ്ട് ഇപ്പോൾ ഈ ആധുനിക കാലത്ത് ചാരന്മാരാക്കാൻ അവർ ഹിന്ദുക്കളെയോ സിഖുകാരെയോ മറ്റേതെങ്കിലും മുസ്ലിങ്ങളല്ലാത്ത ഏതെങ്കിലും വിഭാഗം അവർ സ്വീകരിക്കുള്ളൂ.
അതുകൊണ്ട് ഈ അടുത്ത കാലത്തായിട്ട് പാകിസ്ഥാന് വേണ്ടിയിട്ട് ചാരപ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞ് പിടിക്കപ്പെട്ടതൊക്കെ ഹിന്ദു നാമധാരികളാണ്. മനസ്സിലാക്കണത് അതിൽ ആണും പെണ്ണും എല്ലാം ഉണ്ട്. എന്നാലും ഇവിടെ മുസ്ലിങ്ങളുടെ നെഞ്ചത്തേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഗീയ ഭീകരാക്രമണങ്ങളല്ല, അതിന്റെ ഇരകളായി മാറുന്നത് മുഴുവൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളാണ്. അത് ചെയ്യുന്നതൊക്കെ കുറെ തീവ്രവാദ ഗ്രൂപ്പുകളുമാണ്. ആ കാര്യം കൂടി നമുക്കിവിടെ ഒന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ പാക് പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾ, ഉദാഹരണത്തിന് മുംബൈ ഭീകരാക്രമണം, കോയമ്പത്തൂർ സ്ഫോടനം, വിവിധ ക്ഷേത്രങ്ങൾക്ക് നേരെ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ, ഇതിലെല്ലാം ഇത്തരത്തിൽ നടത്തിയുള്ള സ്ഫോടനങ്ങളും ആക്രമണങ്ങളും ഒക്കെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ഭൂരിപക്ഷ സമൂഹത്തിലെ നിരപരാധികളായിട്ടുള്ള വലിയൊരു ഭാഗം ജനങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മനസ്സിലാക്കണത് ചെറിയൊരു ഭാഗമല്ല, വലിയൊരു ഭാഗം ജനങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭീകര പ്രവർത്തകർ എന്ന് പറയുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളെ പെരടിക്ക് വെച്ച് കിട്ടുന്നതിന് മുമ്പ് അത് ഭീകരരാണ് എന്ന് മനസ്സിലാക്കണം. ഏത് മതമാണ് എന്നുള്ളതല്ല. ഭീകര പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നവർ ഹിന്ദു പേരുകളുള്ള കുറെ ആൾക്കാരുണ്ട്. അവരെ നമ്മൾ ഭീകരവാദത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്തുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഭീകരവാദികൾ ആരാണ്, ഏത് മതക്കാരാണ് എന്നുള്ളതല്ല. ഏത് മതക്കാരാണെന്നുണ്ടെങ്കിലും അവർ തള്ളിപ്പറയേണ്ടവരാണ്. അവരെ സത്യത്തിൽ രാജ്യദ്രോഹികളാണ്. അവരെ നിയമം എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് അതിനുണ്ടെങ്കിൽ വിട്ടുകൊടുക്കുക. ഇനി മറ്റൊരു വിഷയം എന്ന് പറയുന്നത് വ്യക്തിഗതമായിട്ട്, അതായത് ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള ടാർഗറ്റഡ് വയലൻസ് എന്ന് പറയും. ആരെങ്കിലും ടാർഗറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ഈ സമീപ വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ പശു സംരക്ഷണം അല്ലെ, അല്ലെങ്കിൽ പ്രണയപ്പക, ഇതിന്റെയൊക്കെ പേരിൽ നടക്കുന്ന ആൾക്കൂട്ട അക്രമങ്ങളിൽ ഇരയാക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ, ഏത് കേസ് എടുത്ത് നോക്കൂ, അതൊക്കെ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരായിരിക്കും കൊല്ലപ്പെടുന്നത്. അതിനർത്ഥം മുസ്ലിങ്ങൾ മുഴുവൻ ക്രിമിനലുകളാണെന്ന് അങ്ങനെ ആക്കി തീർക്കാൻ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞ് അങ്ങനെ സ്ഥാപിച്ചു വെക്കാൻ വേണ്ടി, അതല്ല സത്യമെങ്കിലും അതാണ് എന്ന് ജനമനസ്സുകളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണി മുഴുവൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ മതപരമായോ ഹിന്ദു സംഘടനയിൽപ്പെട്ട നേതാക്കളോ വ്യക്തികളോ മുസ്ലിം തീവ്ര നിലപാടുകാരിൽ ആക്രമിക്കപ്പെടുന്ന ചില സന്ദർഭങ്ങൾ തിരിച്ചുകൊണ്ടായിരിക്കും. അതായത് വളരെ അപൂർവമായിട്ട് മുസ്ലിം നാമധാരികൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പുകളില്ലേ, തീവ്രവാദ ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പുകളിൽപ്പെട്ട ചിലരൊക്കെ ഇവിടുത്തെ ഹൈന്ദവ നാമധാരികളായിട്ടുള്ളവരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, അവരെ ആക്രമിച്ചിട്ടുണ്ട്. അങ്ങനെ അതും സംഭവിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ഇനി അതിന്റെ രാഷ്ട്രീയ വശം നോക്കാം. രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലെ ധ്രുവീകരണത്തിലെ രണ്ടു ഭാഗത്തും ഇതുണ്ടാകാറുണ്ട്. ഭൂരിപക്ഷ വർഗീയത, രാഷ്ട്രീയ അധികാരം, ഭരണകൂട സംവിധാനങ്ങളുടെ ഒരു പരോക്ഷ പിന്തുണ, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ന്യൂനപക്ഷങ്ങളെ കൂടുതൽ വേട്ടയാടുന്നു എന്നൊരു ആക്ഷേപം ശക്തമാണ്. ന്യൂനപക്ഷങ്ങൾക്കാണ് ഇവിടെ ആശങ്ക മുഴുവൻ. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിലാണ് ആശങ്ക മുഴുവൻ. എന്ത് ചെയ്താലും അവന്റെ നെഞ്ചത്ത്, നമ്മൾ പറയില്ല ഏതപ്പം ചെത്താലും കോഴിക്ക് കിടക്കപ്പുറത്തില്ല എന്ന് പറഞ്ഞതുപോലെ, എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ നെഞ്ചത്തേക്ക് കയറുന്ന ഒന്നാണ് ഇതുവരെ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചരിത്രപരമായിട്ടുള്ള വസ്തുതകളും കമ്മീഷൻ റിപ്പോർട്ടുകളും ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ വർഗീയ കലാപങ്ങളിലും ആൾക്കൂട്ട ആക്രമണങ്ങളിലും കൊല്ലപ്പെട്ടവരുടെയും ആക്രമിക്കപ്പെട്ടവരുടെയൊക്കെ എണ്ണത്തിൽ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്നാൽ അക്രമം ഏതെങ്കിലും ഒരു വിഭാഗം മാത്രം ചെയ്യുന്നതല്ല. രണ്ടു വശത്തുമുള്ള തീവ്ര ചിന്താഗതിക്കാർ, മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റൂല, അവർ തീവ്രവാദികളാണ്. തീവ്ര ചിന്താഗതിക്കാർ രാഷ്ട്രീയ ലാഭത്തിനായി വർഗീയത ഉപയോഗിക്കുന്നവരാണ്. അവരാണ് ഇത്തരം കൊലപാതകങ്ങൾക്കും ഇത്തരം ആക്രമണങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിരപരാധികളായ മനുഷ്യരാണ് രണ്ടു ഭാഗത്തു നിന്നും ഇതിന്റെ ഇരയായിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ വസ്തുത എന്ന് പറയുന്നത്. കാര്യങ്ങൾ നമ്മൾ അങ്ങനെയാണ് സംസാരിക്കേണ്ടത്. ഹിന്ദു മുസ്ലിം അങ്ങനെയല്ല. ഈ ഹിന്ദുവിനെ മുസ്ലിമിനെ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് ഭാഗത്തു നിന്നും ചിലരൊക്കെ അതിൽ തീവ്ര സ്വഭാവമുള്ള ചിലർ അതിന്റെ രാഷ്ട്രീയം, അവരുടെ മുതലെടുപ്പ്, അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ ഭീകര പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ വിഭാഗം ചെയ്യുമ്പോൾ അത് നല്ലതും മറ്റൊരു വിഭാഗം ചെല്ലുമ്പോൾ അത് കെട്ടതും, അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ആര് ചെയ്താലും അത് തെറ്റാണ് എന്നും ആരാണോ അനുഭവിക്കുന്നത് അവരെ ചേർത്ത് പിടിക്കാനും ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഭീകരവാദം ഒഴിഞ്ഞു പോകും. പക്ഷെ ഇവിടെ അതല്ല കാണുന്നത്. ഇവിടെ ഒരു മുസ്ലിം വിഭാഗത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ അപകടം എന്ന് പറഞ്ഞത്. ഇവിടെ തീവ്രവാദം ആര് ചെയ്താലും തീവ്രവാദം തന്നെയാണ്. അതിന്റെ പേരിനല്ല പ്രസക്തി. ആ ചെയ്യുന്ന മനുഷ്യൻ, അവൻ ചെയ്യുന്ന തീവ്രവാദമാണ് അല്ലെങ്കിൽ ഭീകരവാദമാണ്, അല്ലെങ്കിൽ അത് ശരിയായ ഒരു കാര്യമല്ല എന്നതാണ് നിലപാട്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. Different angles. Don't forget to subscribe and support this channel.